ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് NSS പ്രവേശിക്കുവാൻ എന്തായിരുന്നു കാരണം? അതും ചരിത്രത്തിലുണ്ട്. തിരുവിതാംകൂറിൽ ആകെയുള്ള 7 കോളേജുകളിൽ 3 എണ്ണം മാത്രമായിരുന്നു സർക്കാർ കോളേജുകൾ. ബാക്കി 4 ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. നായന്മാരിൽ അതിസമർത്ഥരായവർക്കല്ലാതെ ആ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിരുന്നില്ല. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ബാക്കി വല്ലതും വന്നാലേ അതും കിട്ടുമായിരുന്നുള്ളൂ. ഇനി അഡ്മിഷൻ കിട്ടിയാൽ തന്നെ പക്ഷപാതപരമായ പെരുമാറ്റവും മതപരിവർത്തന ശ്രമങ്ങളും അവഹേളനവും വേറെ. ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നത് പോലെ ഹിന്ദുക്കൾക്കും കോളേജുകൾ വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 3 കോളേജുകൾ അന്ന് അനുവദിക്കപ്പെട്ടു. NSSന് പെരുന്നയിലും SNDPക്ക് കൊല്ലത്തും സനാതന ധർമ്മ വിദ്യാലയത്തിന് ആലപ്പുഴയിലും. അങ്ങനെ സ്വാഭിമാനത്തോടെ ഉപരിപഠനം നടത്തണമെന്ന ഹിന്ദു സമാജത്തിൻ്റെ ചിന്തയിൽ ഉയർന്നു വന്ന കോളേജുകളാണ് കൊല്ലം SNും ആലപ്പുഴ സനാതനധർമ്മ അഥവാ SD കോളേജും പെരുന്ന NSS കോളേജും.